നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഭൂകമ്പമുണ്ടായ വെനസ്വേലയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ. ഓപ്പറേഷൻ അമിസ്റ്റാഡിൻ്റെ ഭാഗമായി വ്യോമസേനയുടെ 2 വിമാനങ്ങൾ പുറപ്പെട്ടു. കരസേനയുടെ മെഡിക്കൽ സംഘവും ടീമിൽ. രക്ഷാപ്രവർത്തനത്തിന് 41 അംഗ സംഘം. മരണസംഖ്യ 589ആയി. 2980 പേർക്ക് പരിക്ക്. 50,000-ഓളം പേരെ കാണാനില്ല. ഫിലിപ്പീൻസിൽ 6.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം. ഹോർമുസിലെ നാവികരെ പുറത്തെത്തിക്കുന്ന ദൗത്യം നിർത്തിയെന്ന് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ. നടപടി ഒമാൻ തീരത്ത് കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ. കടലിടുക്കിൽ ഇറാൻ നിശ്ചയിച്ച റൂട്ടിലൂടെ കപ്പലുകൾ പോകണമെന്ന നിർദ്ദേശം. മറിച്ചായാൽ സുരക്ഷാ ഗ്യാരണ്ടി ഉണ്ടാകില്ല എന്നും ഇറാന്റെ മുന്നറിയിപ്പ്. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഘടന സർക്കാർ മാറ്റില്ല. ധനബില്ല് പ്രാബല്യത്തിൽ വന്നാലും മദ്യനയം അംഗീകരിച്ചാൽ മാത്രമേ വിൽപ്പന നടക്കൂ എന്ന വാദമുയർത്തി സർക്കാരിൻ്റെ പ്രതിരോധം. സർക്കാരിനോടുള്ള വിമർശനം മയപ്പെടുത്തി സഭയും സമസ്തയും. ലീഗുമായി VM സുധീരനുമായും മുഖ്യമന്ത്രി സമവായ ചർച്ച നടത്തിയേക്കും. മാസപ്പടി കേസിൽ അന്വേഷണം പിണറായി സർക്കാരിലേക്ക്. കരിമണൽ കമ്പനിക്ക് ഇടത് സർക്കാരിൽ നിന്നും ലഭിച്ച സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. സാമ്പത്തിക ഇടപാടുകളിലും അന്വേഷണം. വീണയെ വീണ്ടും ED ചോദ്യം ചെയ്യും. ED ആക്രമിച്ച കേസിൽ 9ാം പ്രതിക്ക് ജാമ്യം ലഭിച്ചതിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഒത്തുകളിക്ക് കൂടുതൽ തെളിവുകൾ. പോലീസ് റിപ്പോർട്ടിൻ്റെ പകർപ്പ് പുറത്തുവന്നു. രാജ്യത്ത് വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറയും. 500 മുതൽ 700 രൂപ വരെ കുറയാൻ സാധ്യത. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിലും മാറ്റമുണ്ടായേക്കും. എണ്ണക്കമ്പനികളുമായി ചർച്ച നടത്തിയ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില 70-നും താഴെ. ലഹരിക്കെതിരെ കർശന നടപടിയുമായി ഗൾഫ് രാജ്യങ്ങൾ. മയക്കുമരുന്ന് കടത്തും വിതരണവും ഉപയോഗവും തടയാൻ പോലീസ് പരിശോധന ശക്തമാക്കി. ഷാർജയിൽ 4757 പേരെ അറസ്റ്റ് ചെയ്തു. ലഹരിയെ നേരിടാൻ സൗദിയിലും സകാത്ത്, ടാക്സ്, കസ്റ്റംസ് വകുപ്പുകൾ സജീവം. ഭൂകമ്പ ദുരന്തത്തിൽ തകർന്ന വെനസ്വേലയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ. ഓപ്പറേഷൻ അമിസാഡിൻ്റെ ഭാഗമായി വ്യോമസേനയുടെ 2 വിമാനങ്ങൾ വെനസ്വേലയിലേക്ക് പുറപ്പെട്ടു. 35 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് വിമാനത്തിലുള്ളത്. ഇരട്ട ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589ആയി. 2980 പേർക്ക് പരിക്കുണ്ട്. 50,000-ഓളം പേരെ കാണാനില്ല. ഇന്ന് ഫിലിപ്പീൻസിലും 6.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. ഇന്നലെ വൈകിട്ടാണ് വെനസ്വേലയെ തകർത്തെറിഞ്ഞുകൊണ്ട് രാജ്യത്തും തലസ്ഥാനമായ കാരക്കാസിലും 40 സെക്കൻഡിന്റെ ഇടവേളയിൽ ഇരട്ട ഭൂചലനമുണ്ടായത്. 10,000-ഓളം ആളുകളെയാണ് തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ നിന്നും ഇനിയും കണ്ടെത്താനുള്ളത്. വെനസ്വേലൻ സർക്കാരുമായി കടുത്ത രാഷ്ട്രീയ വിയോജിപ്പുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് അമേരിക്ക $150 മില്യൺ അടിയന്തര മാനുഷിക സഹായം പ്രഖ്യാപിച്ചു. കൂടാതെ US സദേൺ കമാൻഡ് വഴി മെഡിക്കൽ സഹായങ്ങളും രക്ഷാപ്രവർത്തനത്തിനുള്ള പിന്തുണയും അറിയിച്ചു. ട്രംപിന്റെ ഇടപെടലിന് വെനസ്വേലിയൻ പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് നന്ദിയും അറിയിച്ചു. കൂടാതെ ഫ്രാൻസ്, ബ്രസീൽ, കൊളംബിയ, മെക്സിക്കോ, അർജന്റീന എന്നീ രാജ്യങ്ങളും അടിയന്തര സഹായം പ്രഖ്യാപിച്ചു. വെനസ്വേലയിലെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളമായ സൈമൺ ബൊളീവറിന് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായതിനാൽ വിമാന സർവീസുകൾ ഇന്നും റദ്ദാക്കി. നിലവിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ്. അതേസമയം തുറമുഖ നഗരമായ ലാഗ്വേറ, തലസ്ഥാനമായ കാരക്കസ്, അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ വീടുകൾ പൂർണ്ണമായും തകർന്നതിനെ തുടർന്ന് നിരവധി ആളുകൾ തെരുവിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. കൂടാതെ വെനസ്വേലയിലെ വ്യാപിച്ചു കിടക്കുന്ന എണ്ണവാതക ഉൽപാദന കേന്ദ്രങ്ങളെ ഭൂചലനം കാര്യമായി ബാധിച്ചില്ല എങ്കിലും വൈദ്യുതി തടസ്സം പ്രതിദിന ഉൽപാദനം കുറച്ചേക്കാമെന്നാണ് റിപ്പോർട്ട്. ഭൂകമ്പം മൂലം വെനസ്വേലയുടെ GDPയുടെ 7% വരെ സാമ്പത്തിക നഷ്ടം ഉണ്ടായേക്കാമെന്ന് US ജിയോളജിക്കൽ സർവേയും വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ഹോർമുസിലെ നാവികരെ പുറത്തെത്തിക്കുന്ന ദൗത്യം നിർത്തിയെന്ന് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ. ഒമാൻ തീരത്ത് കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. ഇതിനിടെ ഇറാൻ നിശ്ചയിച്ച റൂട്ടിലൂടെ കപ്പലുകൾ പോകണമെന്നും മറിച്ചായാൽ സുരക്ഷാ ഗ്യാരണ്ടി ഉണ്ടാകില്ല എന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഉത്തരവാദിത്തം കപ്പലുടമകൾക്കും കമ്പനികൾക്കും കപ്പൽ കമാൻഡർമാർക്കുമായിരിക്കുമെന്നും ഇറാൻ അറിയിച്ചു. ഒമാൻ തീരത്താണ് കാർഗോ കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഒമാൻ തുറന്ന സുരക്ഷിത നാവികപാതയ്ക്കെതിരെയായിരുന്നു ആക്രമണമുണ്ടായത്. രാജ്യത്ത് വാണിജ്യ ഗാർഹിക സിലിണ്ടറുകൾക്ക് വില കുറഞ്ഞേക്കും. സിലിണ്ടറിന് 500 രൂപ മുതൽ
700 രൂപ വരെ കുറഞ്ഞേക്കുമെന്നാണ് വിവരം. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം എണ്ണ കമ്പനികളുമായി ചർച്ച നടത്തി. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിക്ക് അയവ് വന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ നടപടി. അതിനിടയിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില പഴയ നിലയിലെത്തി. ഇന്ന് ബാരലിന് $70.73 എണ്ണവില. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ബാരലിന് വില $71.19 ആയിരുന്നു. കോൺഗ്രസിലും UDFിലും എതിർപ്പുകൾ തുടരുന്നതിനിടയിൽ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഘടന സർക്കാർ മാറ്റില്ല. ധനബില്ല് പ്രാബല്യത്തിൽ വന്നാലും മദ്യനയം അംഗീകരിച്ചാൽ മാത്രമേ വിൽപ്പന നടക്കൂ എന്ന വാദം ഉയർത്തിയാണ് സർക്കാരിൻ്റെ പ്രതിരോധം. മദ്യനയം UDFിൽ ചർച്ച ചെയ്ത് അംഗീകരിച്ചാൽ മാത്രമേ പ്രാബല്യത്തിൽ വരൂ എന്ന് ഉറപ്പ് നൽകിയ എക്സൈസ് മന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർ രംഗത്ത് വന്നു. അതിനിടെ പുതിയ നികുതി ഘടനയിൽ സർക്കാരിനോടുള്ള വിമർശനം മയപ്പെടുത്തി സഭയും സമസ്തയും രംഗത്ത് വന്നു. അതേസമയം ലീഗുമായും VM സുധീരനുമായും മുഖ്യമന്ത്രി സമവായ ചർച്ച നടത്താനും സാധ്യതയുണ്ട്. ഉപസമിതിയെ വയ്ക്കുവാനും സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. മദ്യനയത്തിലെ VM സുധീരൻ്റെ അഭിപ്രായത്തെ പരിഹസിച്ച മുൻ എക്സൈസ് മന്ത്രി K. ബാബു മുന്നണിയിൽ എല്ലാവർക്കും അഭിപ്രായമുണ്ടെന്നും മദ്യനയം ആവിഷ്കരിക്കാൻ UDFിന് പ്രയാസമാണെന്നും K. ബാബു പറഞ്ഞു. മദ്യനയത്തിൽ വിമർശിക്കുന്നവർ സർക്കാരിനെ സഹായിക്കുകയാണെന്നാണ് താൻ കരുതുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തനിക്കും ആ പിന്തുണ നല്ലവണ്ണം കിട്ടിയിട്ടുണ്ടെന്നും K. ബാബു പരിഹസിച്ചു. മദ്യനയവുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റ് നിർദ്ദേശം ഫിനാൻസ് ബിൽ അവതരിപ്പിക്കുന്ന വേളയിൽ പിൻവലിക്കണമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരന്റെ ആവശ്യത്തോടായിരുന്നു K. ബാബുവിന്റെ പ്രതികരണം. മദ്യനയം ആവിഷ്കരിക്കാൻ UDFിന് ബുദ്ധിമുട്ടാകുമെന്ന് താൻ നേരത്തെ പറഞ്ഞതാണ്. ഓരോരുത്തർക്കും ഓരോ നയമാണ്. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണ്. അവരെല്ലാം സർക്കാരിനെ സഹായിക്കുകയാണെന്നാണ് താൻ കരുതുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ആ പിന്തുണ നല്ലവണ്ണം കിട്ടിയിട്ടുണ്ടെന്നും K. ബാബു പ്രതികരിച്ചു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഗവൺമെൻറ്റിലുണ്ടായിരുന്ന സമയത്തും ചിലരെല്ലാം അവരവരുടേതായ നിലപാടുകളുമായിട്ട് വന്നു. അതിൻ്റെ ഒരു ആവർത്തനം ഇപ്പോൾ നടക്കുന്നുള്ള കഴിഞ്ഞ് എനിക്കിതിനകത്തൊരു അത്ഭുതമില്ല. കാരണം ഇത് നേരത്തെ ഞാൻ കുറേ അനുഭവിച്ചതാണ്. ഇപ്പോൾ ആ ആളുകളൊക്കെ തന്നെ പലരുമാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകളാരും വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെല്ലാം ഗവൺമെന്റിനെ സഹായിക്കാൻ സജീവമായിട്ട് രംഗത്തുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുമെന്ന പ്രഖ്യാപനത്തെ വിമർശിക്കാൻ LDFിന് ധാർമ്മികമായ അവകാശമില്ലെന്നും K. ബാബു പറഞ്ഞു. മദ്യലഭ്യത കുറക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിച്ച നടപടികൾ 10 വർഷം കൊണ്ട് ഇല്ലാതായി. LDF സർക്കാർ കേരളത്തെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഹബ്ബാക്കി മാറ്റിയെന്നും K. ബാബു കുറ്റപ്പെടുത്തി. കേരളത്തിൽ UDF ഗവൺമെൻറ് കാലത്ത് ഞങ്ങൾ കൊണ്ടുവന്ന മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കാനുള്ള എല്ലാ നടപടികളും കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇല്ലാതായി. ഞങ്ങൾ ഇറങ്ങിപ്പോരുമ്പോൾ 28-30 ബാർ ഹോട്ടലുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഏകദേശം 1000 ബാർ ഹോട്ടലായി. അന്ന് പറഞ്ഞ ഒരു ന്യായം കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിക്കുന്നു, അതുകൊണ്ട് മദ്യത്തിൻ്റെ ലഭ്യത ഉണ്ടാകണം, അതുകൊണ്ടാണ് ബാർ തുറന്നതെന്നാണ് പറഞ്ഞ ന്യായം. പക്ഷേ പിന്നീട് കണ്ടത് കേരളത്തിൽ മദ്യവും ഒഴുകി മയക്കുമരുന്നിൻ്റെ ഹബ്ബായി കേരളം മാറുകയും ചെയ്തു. മദ്യനയം ആവിഷ്കരിച്ചിട്ടില്ലെന്നും നികുതി മാത്രമാണ് തീരുമാനിച്ചതെന്നും K. ബാബു പറഞ്ഞു. ഇല്ലാതിരുന്ന മേഖലയിലേക്കാണ് നികുതി കൊണ്ടുവരുന്നത്. ഇതിന് തുടക്കം കുറിച്ചത് LDF ആണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്തെ ലഹരി മാഫിയയുടെ വേരിറക്കുമെന്നും അതിനായി സർക്കാർ ഏതറ്റം വരെയും പോകുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നടന്ന വിമുക്തി ലഹരി വിരുദ്ധ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംസ്ഥാന വ്യാപകമായി നടന്നത്. ലഹരിയെ വേരോടെ പിഴുതെറിയാൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ വിജയകരമായ ഘട്ടത്തിലാണ് ഇത്തവണ ലോക ലഹരി വിരുദ്ധ ദിനാചരണവും വന്നെത്തിയത്. തൂഫാന്റെ അനുബന്ധ പരിപാടികളാണ് സംസ്ഥാന വ്യാപകമായി നടന്ന ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിക്കപ്പെട്ടതും. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന വിമുക്തി ലഹരി വിരുദ്ധ റാലി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിയെ പിഴുതെറിയാൻ ഏതറ്റം വരെയും പോകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ആ മാഫിയയെ മുഴുവൻ എവിടെ നിന്നാണ് ഇത് വരുന്നതെങ്കിലും, ഏത് സംസ്ഥാനത്തു നിന്നാണ് ഇത് വരുന്നതെങ്കിലും, ഏത് മാർഗത്തിലൂടെയാണ് വരുന്നതെങ്കിലും അതിനെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇത് അവസാനിപ്പിക്കാനുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ്
സർക്കാർ മുന്നോട്ട് പോകുന്നത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട് നടന്ന ഫണ്ട് റൺ റവന്യൂ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരത്തിൽ ബഹുജന പങ്കാളിത്തത്തിൽ ലഹരി വിരുദ്ധ ഫണ്ട് റൺ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA G സുധാകരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അതേസമയം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നിരവധി പേരാണ് ഓരോ ദിവസവും പോലീസിന്റെ വലയിലാകുന്നത്. ജൂൺ 2 ആരംഭിച്ച ഈ ഓപ്പറേഷന്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ 3300-ലധികം പേർ അറസ്റ്റിലാവുകയും 3000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. മലപ്പുറം കൊണ്ടോട്ടിയിൽ ഇന്ന് 780 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായി. അരൂർ സ്വദേശി രതീഷാണ് പിടിയിലായത്. ലഹരിക്കടത്തിന് ഉപയോഗിച്ച സ്കൂട്ടറും പിടികൂടിയിട്ടുണ്ട്. കോട്ടയം വൈക്കം വെള്ളൂരിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 3000 പാക്കറ്റ് നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. വെള്ളൂർ പെരുവ സ്കൂൾ ഭാഗത്തു നിന്നുമാണ് കാറിൽ കടത്തുകയായിരുന്ന ലഹരി വസ്തുക്കൾ പിടികൂടിയത്. സംഭവത്തിൽ ഏറ്റുമാനൂർ സ്വദേശി വിനീഷ്, ഈരാറ്റുപേട്ട സ്വദേശി ഷിഹാബുദ്ദീൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണകാരണം അമിതമായ ലഹരി ഉപയോഗമെന്ന നിഗമനത്തിലാണ് പോലീസ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ് കോഴിക്കോട്. CMRL എക്സാലോജിക് ഇടപാടിൽ കൂടുതൽ അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. വീണയുടെ മൊഴി വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ. പിണറായി സർക്കാരിന്റെ കാലത്ത് CMRL കമ്പനിക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിശോധിക്കും. മൊഴിയിൽ വ്യക്തത വരുത്താൻ വീണയെ വീണ്ടും വിളിച്ചു വരുത്താൻ ED തീരുമാനിച്ചിട്ടുണ്ട്. 2.78 കോടി രൂപയാണ് വിവിധ സേവനങ്ങൾക്കായി CMRLും അനുബന്ധിച്ച സ്ഥാപനങ്ങളിൽ നിന്നുമായി വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ സേവനം സംബന്ധിച്ചാണ് ഇപ്പോഴും ആശയക്കുഴപ്പവും അവ്യക്തതയും നിലനിൽക്കുന്നത്. കേസിൽ 2 തവണ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും വീണയിൽ നിന്ന് ഇനിയും വിവരങ്ങൾ ലഭിക്കാനുണ്ടെന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിലയിരുത്തൽ. നിലവിൽ വിവിധ ഏജൻസികൾ നൽകിയ വിവരങ്ങൾ ED വിശദമായി പരിശോധിച്ചു വരികയാണ്. ഒപ്പം CMRL കമ്പനി ഉദ്യോഗസ്ഥരിൽ നിന്നും ഡയറക്ടർമാരിൽ നിന്നും എടുത്ത മൊഴികളും വീണ പറഞ്ഞ കാര്യങ്ങളുമായി ഒത്തുനോക്കിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. ചില കാര്യങ്ങളിൽ പൊരുത്തക്കേടുണ്ടെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അത് സാങ്കേതികമായി ഉണ്ടായ പിഴവുകളാണോ എന്നതും പരിശോധിക്കുന്നുണ്ട്. അതേസമയം കരിമണൽ ഖനന കമ്പനിക്ക് പിണറായി സർക്കാരിന്റെ കാലത്ത് കൂടുതൽ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ED പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾക്ക് സാമ്പത്തിക സഹായം കമ്പനി നൽകിയതായി മുൻപ് വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരമൊരു അന്വേഷണം. അന്വേഷണത്തിന്റെ 2ാം ഘട്ടത്തിൽ മാത്രമായിരിക്കും രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ED എത്തുക. അതേസമയം കടുത്ത നടപടികളിലേക്ക് ED ഈ ഘട്ടത്തിൽ പോകാനുള്ള സാധ്യതയുമില്ല. കേന്ദ്ര ഏജൻസി ഇതുവരെ അന്വേഷിച്ചതിൽ ഏറ്റവും കുറഞ്ഞ തുകയുടെ ക്രമക്കേടാണ് CMRL എക്സാലോജിക് ഇടപാട്. ഏതായാലും അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വീണ ഉൾപ്പെടെയുള്ളവർക്ക് കൂടുതൽ കുരുക്ക് മുറുകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, കൊച്ചി. കേരളത്തിലെ കരിമണൽ കൊള്ളയുടെ 2ാം ഘട്ടം VD സതീശന്റെ നേതൃത്വത്തിൽ നടക്കുന്നുവെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. കേരളത്തിലെ തീരമേഖലയിലെ കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കാൻ സർക്കാർ ആലോചിച്ചിട്ടില്ല എന്ന് സഭയിൽ പറഞ്ഞ മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. തെലങ്കാന ആസ്ഥാനമായ മിഡ്വെസ്റ്റ് എന്ന കമ്പനിയുമായി ധാരണ ഉണ്ടാക്കിയിട്ടാണ് സ്വകാര്യവൽക്കരണമില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത്. KMML ഖനനം ചെയ്തെടുക്കുന്ന ധാതുക്കൾ മിഡ്വെസ്റ്റിന് നൽകാനാണ് ധാരണ. മാസപ്പടി കേസ് നിലനിൽക്കുമ്പോൾ പോലും വലിയ അഴിമതിക്ക് ഒപ്പുകൂട്ടുകയാണ് സംസ്ഥാന സർക്കാരെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. ED ആക്രമിച്ച കേസിൽ 9ാം പ്രതിക്ക് ജാമ്യം ലഭിച്ചതിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഒത്തുകളിക്ക് കൂടുതൽ തെളിവുകൾ. പോലീസ് റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവന്നു. പോലീസ് റിപ്പോർട്ടിന് വിരുദ്ധമായിട്ടാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചതെന്ന് തെളിവുകൾ പുറത്തുവന്നു. അയോധ്യ രാമക്ഷേത്രത്തിലെ കോടികളുടെ സംഭാവന തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. ക്ഷേത്രത്തിലെ പണം എണ്ണുന്ന ജീവനക്കാർ CCTV ക്യാമറകൾ മറച്ചുപിടിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. SIT സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിലാണ് പുതിയ വെളിപ്പെടുത്തലുകൾ ഉള്ളത്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണം എണ്ണുന്ന ജീവനക്കാർ കോടികൾ തട്ടിയെടുത്തതെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. പണം എണ്ണുന്ന മുറിയിലെ CCTV ക്യാമറയ്ക്ക് മുന്നിൽ ഒരാൾ മറഞ്ഞു നിൽക്കുമ്പോൾ മറ്റുള്ളവർ പണം കെട്ടുകളിൽ നിന്ന് മോഷ്ടിക്കുകയും വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിക്കുകയും പിന്നീട് അത് വിദഗ്ധമായി പുറത്തേക്ക് കടത്തുകയുമായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിലാണ് വെളിപ്പെടുത്തലുകളുള്ളത്. ബാങ്കിലേക്ക് അയക്കുന്ന പണത്തിന്റെ കെട്ടുകളിൽ അധിക നോട്ടുകൾ തിരുകി കയറ്റുകയും പിന്നീട് അവ കൈക്കലാക്കിയും തട്ടിപ്പ് നടത്തി.
പണത്തിനു പുറമെ ഭക്തർ സമർപ്പിച്ച കമ്മലുകൾ, മൂക്കുത്തികൾ, വളകൾ തുടങ്ങിയ സ്വർണ്ണാഭരണങ്ങളും പ്രതികൾ മോഷ്ടിച്ചിട്ടുണ്ട്. ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുത്ത 2024 മുതൽ ഈ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നാണ് സൂചന. നിലവിൽ 70 ലക്ഷത്തോളം രൂപ അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് 8 പേരെയാണ് SIT പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ട്രസ്റ്റ് ഭാരവാഹികളുടെ അടുത്ത സഹായികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്. കേസിന് പിന്നാലെ ക്ഷേത്രം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും വിശ്വ ഹിന്ദു പരിഷത്ത് ഉപാധ്യക്ഷനുമായ ചമ്പത് റായ് രാജിവെച്ചു. നിഷ്പക്ഷത ഉറപ്പാക്കാനാണ് രാജിയെന്നാണ് ട്രസ്റ്റ് അധികൃതർ പറയുന്നത്. അതേസമയം കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾക്ക് കവർച്ചയെക്കുറിച്ച് സൂചന ലഭിക്കുന്നത്. ഒരു കാണിക്ക വഞ്ചിയിൽ 6 മുതൽ 7 ലക്ഷം രൂപ വരെയാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ചില ആഴ്ചകളിൽ 500 രൂപ നോട്ടുകളുടെ കെട്ടുകളിൽ വലിയ കുറവ് കണ്ടെത്തി. തുടർന്ന് പണമെണ്ണുന്ന മുറിയിൽ രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ചതോടെയാണ് കവർച്ചയുടെ ദൃശ്യങ്ങളും പ്രതികളുടെ പ്രവർത്തന രീതിയും പുറത്തുവന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങി സർക്കാർ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെയും പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരിയെയും മന്ത്രിസ്ഥാനങ്ങളിൽ നിന്നും മാറ്റിയേക്കും. പല ഉന്നത മന്ത്രിമാർക്കും സ്ഥാനചലനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായില്ലെങ്കിലും ഉന്നതതല ചർച്ചകളെ അടിസ്ഥാനപ്പെടുത്തി ദേശീയ മാധ്യമങ്ങൾ പല കേന്ദ്രമന്ത്രിമാർക്കും സ്ഥാനചലനം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവിടുന്നത്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ രാജിയെ തുടർന്ന് നിർണായകമായ വകുപ്പ് മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. നിർമ്മല സീതാരാമനെ മാനവ വിഭവശേഷി മന്ത്രാലയത്തിലേക്ക് മാറ്റിയേക്കും. ചോദ്യപേപ്പർ ചോർച്ചാ വിവാദങ്ങളിൽ പ്രതിക്കൂട്ടിലായ ധർമ്മേന്ദ്ര പ്രധാൻ, എപ്സ്റ്റീൻ ഫയലിലെ പരാമർശങ്ങളും യുദ്ധത്തെ തുടർന്ന് രാജ്യത്തെ എണ്ണ പ്രതിസന്ധി പരിഹരിക്കുന്നതിലെ വീഴ്ചയിൽ ഹർദീപ് സിംഗ് പുരിയെയും മന്ത്രിസഭയിൽ നിന്ന് നീക്കിയേക്കും. ഹർദീപ് സിംഗ് പുരിക്ക് പകരക്കാരനായി മറ്റൊരു സിഖ് നേതാവോ അല്ലെങ്കിൽ പഞ്ചാബിൽ നിന്നുള്ള ഒരു നേതാവോ മന്ത്രിസഭയിൽ എത്തിയേക്കും. രാഘവ് ചദ്ദയുടെ പേരും ചർച്ചകളിൽ ഉയരുന്നുണ്ട്. മുൻ RBI ഗവർണറും പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ശക്തികാന്ത് ദാസിനെ ക്യാബിനറ്റിലെത്തിക്കാൻ ചർച്ചകൾ നടക്കുന്നുണ്ട്. JDU തലവനും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ മന്ത്രിസഭയിൽ എത്തിയേക്കും. NDAയിലേക്ക് 6 MPമാരെ കൊണ്ടുവന്നതിന് ശിവസേനയ്ക്ക് പ്രതിഫലമായി ശ്രീകാന്ത് ഷിൻഡെയ്ക്ക് ക്യാബിനറ്റ് പദവി ലഭിക്കാനാണ് സാധ്യത. അനുരാഗ് ഠാക്കൂർ വീണ്ടും കേന്ദ്രമന്ത്രിസഭയിൽ എത്തിയേക്കും. മീററ്റ് MPയായ അരുൺ ഗോവലിനെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന. അതേസമയം പങ്കജ് ചൌധരിയെ ഒഴിവാക്കിയേക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. രവീന്ദർ സിംഗ് ബിട്ടുവിന് പകരം തരുൺ ചുഗുവിന്റെ പേരും ചർച്ചയിലുണ്ട്. പ്രതാപ് റാവു ജാദവിനെ ആരോഗ്യ മന്ത്രാലയ ചുമതലയിൽ നിന്ന് മാറ്റിയേക്കും. മനോഹർലാൽ ഖട്ടറിന്റെ ഊർജ്ജ മന്ത്രാലയ ചുമതലയിലും മാറ്റം വരാൻ സാധ്യതയുണ്ട്. കൂടാതെ 6ഓളം സഹമന്ത്രിമാരെയും ഒഴിവാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ചില നേതാക്കളെ പാർട്ടി സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട്. മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി 4 ദിവസത്തെ വിദേശ പര്യടനത്തിലാണ്. പ്രധാനമന്ത്രി തിരിച്ചെത്തിയ ശേഷമായിരിക്കും മന്ത്രിസഭാ പുനഃസംഘടന. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കുവൈറ്റിൽ സർക്കാരിന്റെ ട്രഷറി ബോണ്ടുകൾക്കും പൊതു കടപ്പത്രങ്ങൾക്കും നിക്ഷേപകരിൽ നിന്ന് ശക്തമായ പിന്തുണ. ധനമന്ത്രാലയത്തിന് വേണ്ടി കുവൈറ്റ് സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയ വിവിധ കാലാവധിയിലുള്ള ബോണ്ടുകൾ വഴി ഇതുവരെ 550 ദശലക്ഷം കുവൈറ്റ് ദിനാർ സമാഹരിച്ചു. 4 ഘട്ടങ്ങളിലായിട്ടാണ് ബോണ്ടുകൾ പുറത്തിറക്കിയത്. കുവൈറ്റിലെ തൊഴിൽ വിപണിയിൽ കഴിഞ്ഞ വർഷം 3.3% വളർച്ച രേഖപ്പെടുത്തിയതായി മാനവ വിഭവശേഷി സമിതി അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തെ തൊഴിൽ വിപണിയിൽ ഇപ്പോഴും 1-ാം സ്ഥാനത്ത് ഇന്ത്യൻ തൊഴിലാളികളാണ് ഉള്ളത്. 2024 അപേക്ഷിച്ച് 5947 ഇന്ത്യൻ തൊഴിലാളികളുടെ വർധനവുണ്ടായതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം 2-ാം സ്ഥാനത്തുള്ള ഈജിപ്ഷ്യൻ തൊഴിലാളികളുടെ എണ്ണത്തിൽ 8301 പേരുടെ കുറവുണ്ടായി. സൗദിയിൽ മാരകമായ പകർച്ചവ്യാധിയായ എബോളയുടെ വ്യാപനം തടയുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി 3 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗദിയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിലേക്കുള്ള സൗദി പൗരന്മാരുടെ യാത്ര താൽക്കാലികമായി വിലക്കിയത്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് എല്ലാത്തരം വിസകളും താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. 3 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗദിയിൽ പ്രവേശന വിലക്കും ഏർപ്പെടുത്തി. അബുദാബിയിലെ സായിദ് പോർട്ടിന് സമീപമുള്ള കാർപ്പറ്റ് സൂക്കിൽ വൻ തീപിടുത്തമുണ്ടായി. അബുദാബി പോലീസും സിവിൽ ഡിഫൻസ് അതോറിറ്റിയും ചേർന്നുള്ള സംയുക്ത സംഘം തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിൻ്റെ കാരണം കണ്ടെത്തിയിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമേ വിശ്വസിക്കണമെന്നും അബുദാബി പോലീസ് അഭ്യർത്ഥിച്ചു.
മയക്കുമരുന്ന് കടത്തും വിതരണവും ഉപയോഗവും തടയാൻ ശക്തമായ നടപടികളുമായി ഷാർജ പോലീസ്. പ്രത്യേക ഓപ്പറേഷനിലൂടെ 4757 പേരെ അറസ്റ്റ് ചെയ്തുവെന്ന് ഷാർജ പോലീസ് അറിയിച്ചു. 392.8 ദശലക്ഷം ദിർഹം വിലമതിക്കുന്ന മയക്കുമരുന്നുകളും കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട സ്വത്തുക്കളും അധികൃതർ കണ്ടുകെട്ടി. കൃത്രിമ ബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക സംവിധാനങ്ങൾ, കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ, വിവിധ സുരക്ഷാ ഏജൻസികളുമായുള്ള ഏകോപനം എന്നിവയാണ് ഈ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളെന്ന് ഷാർജ പോലീസ് വ്യക്തമാക്കി. കുവൈറ്റിലേക്ക് അയച്ച മയക്കുമരുന്ന് കലർന്ന തപാൽ പാഴ്സൽ പിടികൂടി. വ്യക്തിഗത തപാൽ പാഴ്സലാണ് മയക്കുമരുന്ന് അടങ്ങിയ പാഴ്സലിൽ എത്തിയത്. ഏകദേശം 800 ഗ്രാം ഭാരമുള്ള പാഴ്സലിൽ A4 വലിപ്പത്തിലുള്ള പേപ്പറുകളാണ് ഉണ്ടായിരുന്നത്. ഈ പേപ്പറുകൾ രാസലഹരി വിഭാഗത്തിൽപ്പെടുന്ന വസ്തുക്കൾ കടന്ന ദ്രാവകത്തിൽ മുക്കിയതാണെന്ന് പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ സൂക്ഷ്മ നിരീക്ഷണത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും ഫലമായിട്ടാണ് പാഴ്സൽ സ്വീകരിക്കാൻ എത്തിയ ആളെ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച ശേഷം പിടിച്ചെടുത്ത വസ്തുക്കളോടൊപ്പം തുടർ നടപടിക്കായി ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറി. സൗദി അറേബ്യയിലേക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വൻതോതിൽ മയക്കുമരുന്നും നിരോധിത ലഹരി ഗുളികകളും കടത്തുവാനുള്ള ശ്രമങ്ങൾ സൗദി സകാത്ത് ടാക്സ് കസ്റ്റംസ് അതോറിറ്റി പരാജയപ്പെടുത്തി. 2025 ജൂൺ 1 മുതൽ 2026 മെയ് 31 വരെയുള്ള കാലയളവിൽ രാജ്യത്തെ കര, കടൽ, വ്യോമ അതിർത്തികൾ വഴി കടത്താൻ ശ്രമിച്ച 1098 കിലോഗ്രാം ലഹരി വസ്തുക്കളും 2.5 കോടിയിലധികം നിരോധിത ലഹരി ഗുളികകളുമാണ് കസ്റ്റംസ് വിഭാഗം പിടിച്ചെടുത്തത്. സൗദിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവതി അടക്കം 2 അംഗ സംഘത്തെ റിയാദിൽ നിന്നും രഹസ്യ ട്രാഫിക് പോലീസുകാർ പിടികൂടി. സംഘം സഞ്ചരിച്ച കാറിനെക്കുറിച്ച് സംശയം തോന്നിയ രഹസ്യ ട്രാഫിക് പോലീസുകാർ വാഹനം തടഞ്ഞു നിർത്തുകയായിരുന്നു. കാറിനകത്ത് മയക്കുമരുന്ന് ലഹരിയിലായിരുന്ന യുവാവിനെയും യുവതിയെയും പിടികൂടി. അന്വേഷണത്തിൽ ഈ കാർ നേരത്തെ മോഷണം പോയതാണെന്ന് വ്യക്തമായി. ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ പുതുക്കുന്ന ദുഹ്റാന തിരുനാളിന് ഷാർജ സെൻറ്റ് മൈക്കിൾസ് ദേവാലയത്തിൽ തുടക്കമായി. ഇടവക വികാരി ഫാദർ ശിവരി മുത്തു ആൻ്റണി തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. 10 ദിവസം ആഘോഷ പരിപാടികൾ നീണ്ടുനിൽക്കും. ഫാദർ ജോൺ ജോസഫ് എടാട്ട്, ഫാദർ ജോൺ തുണ്ടിയത്ത് കോറപ്പിസ്കോപ്പ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ചടങ്ങിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. സീറോ മലബാർ സഭാംഗങ്ങളും മലയാളം സമൂഹവും സംയുക്തമായാണ് തിരുനാൾ കർമ്മങ്ങൾ ക്രമീകരിച്ചിരുന്നത്. ജൂലൈ 3 വെള്ളിയാഴ്ച നടക്കുന്ന തിരുനാൾ സമാപന കർമ്മങ്ങൾക്ക് സാഗർ രൂപതയുടെ മെത്രാൻ മാർ ജെയിംസ് അത്തിക്കുളം നേതൃത്വം നൽകും. ചിറയൻകീഴ് VB ഹൗസിൽ സരോജിനി നിര്യാതയായി. പരേതനായ ചെല്ലപ്പൻ്റെ ഭാര്യയാണ്. 94 വയസ്സായിരുന്നു. ന്യൂ രാജസ്ഥാൻ മാർബിൾസ് ചെയർമാനും SNDP യോഗം ചിറയൻകീഴ് യൂണിയൻ പ്രസിഡന്റുമായ C വിഷ്ണുഭക്തൻ മകനാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി റീത്ത് സമർപ്പിച്ചു. കായിക വാർത്തകൾ നോക്കാം. ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിശ്ചയിക്കുന്ന പോരാട്ടത്തിൽ ഫ്രാൻസും നോർവേയും ഇന്ന് നേർക്കുനേർ ലോകകപ്പിൽ എത്തുകയാണ്. അല്പസമയത്തിനകമാണ് മത്സരം. ഇരു ടീമുകളും ഗ്രൂപ്പിൽ 2 മത്സരങ്ങൾ വീതം ജയിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ഐയിലെ മറ്റൊരു മത്സരത്തിൽ ഇറാഖ് സെനഗലിനെ നേരിടും. അല്പസമയത്തിനകം തന്നെ ഈ മത്സരവും നടക്കും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.